നമ്മുടെ ദേശീയപാത തകർന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ അതിന്റെ ക്രെഡിറ്റ് പകുതി മുക്കാലും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നമ്മുടെ പൊതുമരാമത്ത് വകുപ്പാണല്ലോ. അന്ന് ശരിക്കും ക്രെഡിറ്റ് ആർക്കാ കൊടുക്കുക? ഇതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും യോജിച്ചു നിന്ന് നടത്തിയ ഒരു എഫേർട്ടാണ്. അപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. നമ്മുടെ കേരളവും കേന്ദ്രവും ദേശീയപാത പ്രമാണിച്ച് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഒരു സഹോദരന്മാരെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. വി ആർ വർക്കിംഗ് ലൈക്ക് ബ്രദേഴ്സ്. കൈ കോർത്തുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഒന്നിച്ച് നിന്നാണ് ഫുൾ പ്രവർത്തനങ്ങളൊക്കെ. ബഹുമാന്യനായ മീണാജി ഇവിടെയുണ്ട്. അദ്ദേഹം ഞങ്ങളൊരു ടീമായി നിന്നുകൊണ്ട് ഓരോ ജില്ലയിലെയും പ്രവൃത്തി പരിശോധിക്കുകയാണ്. വി ആർ നൗ ഹാവിംഗ് എ ടീം വർക്ക്. പരിശോധന 1 തവണ അല്ല 2 തവണ. എല്ലാ മാസവും 2 തവണ 15 ദിവസത്തിൽ ഒരിക്കൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതിന്റെ പരിശോധന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള ടീം NHAയുമായി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുണ്ട്. എന്റെ മനസ്സാണിത്. ഹൈവേ റോഡിൽ നിന്ന് താഴോട്ടേക്ക് ഇപ്പം ആദ്യം ചെറിയൊരു ഓഫീസാണ് ഉണ്ടായിരുന്നു. ഇതിപ്പോ വലിയ എല്ലാ വെള്ളവും കൂടി ഇങ്ങോട്ടേക്ക് കുത്തിയൊളിച്ചിട്ട് വരുന്ന അവസ്ഥയാണ്. പരിശോധനയുടെ ഫലം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. 6 മാസത്തിലൊരു യോഗമല്ല, 3 മാസത്തിലും 2 മാസത്തിലും ഒക്കെ മുഖ്യമന്ത്രി ഒന്ന് യോഗം നടത്തുന്നത്. ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. ഇതൊക്കെ എന്ത് ആ കോർഡിനേഷൻ വളരെ പ്രോപ്പറാണ്. വരുമ്പോൾ തന്നെ 2-3 വീടുകളിൽ വെള്ളം ഉണ്ടാവുന്നുണ്ട്. ഈ വെള്ളം തെച്ച് വന്നെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റൂല. എന്താ ചേട്ടാ ഈ നാട്ടിൽ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. നമ്മുടെ ദേശീയപാത കെട്ടിപ്പൊക്കി ടാറിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ദേശീയപാത അതോറിറ്റി ഓർക്കുന്നത് അതിനെപ്പറ്റി പഠിക്കണമല്ലോ. അത് some flaws are there in the DPR people, how they have made I don't know, so in that also some default is there, but we will rectify very soon. ഒരു ചെറിയ മഴ വന്നപ്പോ ഇങ്ങനെ ഇനി അങ്ങോട്ട് എന്തൊക്കെ കാണണോ എന്തോ. ഇലക്ഷനൊക്കെ വരെയല്ലേ, പണിയെല്ലാം പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞ ആൾക്കാരുടെ ഉള്ളിൽ ഒരു ചെറിയ ഇമേജ് ഒക്കെ നമുക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചെല്ലാം ചടപടേന്ന് കഴിച്ചാന്ന് തോന്നുന്നു. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്? കുരിയാട് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇരിപ്പോഷം വെച്ച് നോക്കുമ്പോ ദേശീയപാതയുടെ മുഴുവൻ ക്രെഡിറ്റ് ഞാനങ്ങ് കേന്ദ്രത്തിന് കൊടുക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിന്റെ ആ മുതൽ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്.